ഇന്ത്യയിലെ നിയമങ്ങളുടെ പഴുതുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ ഭ്രാന്തമായ രീതിയിൽ പഴുതുകൾ അടച്ചു കളഞ്ഞ ചില നിയമങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ വലിയ വിഷയമാണ്. അവരുടെ നിയമങ്ങൾ കുട്ടികളെ ഇപ്പം ഒറ്റയ്ക്ക് വീട്ടിൽ വിടുക എന്നൊക്കെ പറയുന്നത്, ഒരു പ്രായം വരെയുള്ള കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് രക്ഷിതാക്കൾ ജോലിക്ക് പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടും രക്ഷിതാക്കളെ. അപ്പം ഞങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ മുകേഷ് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ അവൻ്റെ അമ്മ ഒന്ന് പിച്ചി. അവന് കുറച്ച് വേദനിച്ചു, അവൻ കരഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവനെ കാണാതായി. ഇവർക്ക് ആധിയായി ഇവനെങ്ങോട്ടാണ് പോയതെന്നറിയില്ല. അങ്ങനെ ഇവരെ നിവൃത്തിയില്ലാതെ പോലീസിൽ അറിയിക്കേണ്ടി വന്നു. ഇവനെ കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ സഹായം തേടി. അപ്പോൾ പോലീസിൻ്റെ സഹായം തേടിയിട്ട് പോലീസ് ഈ കുട്ടിയെ പിടിച്ചാൽ ഈ കുട്ടി പോലീസിനോട് എന്താണ് സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ അമ്മ പിച്ചിയതാണ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ശിക്ഷയാണ്. അപ്പോൾ പോലീസിനോട് പറഞ്ഞതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ രക്ഷിതാക്കളും ബന്ധുക്കളും സിറ്റിയിലങ്ങനെ നെട്ടോട്ടം ഓടി. ഭാഗ്യത്തിന് പോലീസിൻ്റെ കയ്യിലല്ല, ഇവരുടെ കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടി. എന്നിട്ട് പോലീസ് വരുമ്പോൾ പോലീസ് അന്വേഷിച്ച് വീണ്ടും വരുമല്ലോ, ഇവരെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കല്ലേ. ഒരിക്കലും ഇവിടെ ഇങ്ങനെ പിച്ചതും ഉപദ്രവിച്ച കാര്യം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ വളരെ 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 പിന്നെ അവൻ പറയുന്നതെല്ലാം ഇനി അവരനുസരിച്ചോളാം, പേരൻസ് അനുസരിച്ചോളാം എന്നുള്ള മട്ടിൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു. ഇവനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവർ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവൻ ഇവരൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. പക്ഷേ പോലീസുകാരന് മനസ്സിലായി. പോലീസുകാരൻ ഇറങ്ങാൻ നേരത്ത് രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ബിഹേവ് പ്രോപ്പർലി, കുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറിക്കോളൂ. ഇപ്പം തൽക്കാലം രക്ഷപ്പെട്ടെന്ന് അവനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതായി. ഇതിനേക്കാൾ ഇതൊരു ചെറിയ കാര്യമാണെന്ന് വയ്ക്കാം. ബേബി തിരുവല്ല എന്ന് പറയുന്ന സിനിമയിലൊക്കെ പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ആർട്ട് ഡയറക്ടറായിട്ട് മേക്കപ്പ് മാനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങൾ അമേരിക്കയിൽ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തെ പലപ്പോഴും കാണാറുണ്ട്. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു തവണ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം വേറൊരാൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. ആ മകള് അവിടെ ഒരു നീഗ്രോ ആയിട്ട് പ്രണയത്തിലായി. അപ്പോൾ സ്വാഭാവികമായും യാഥാസ്ഥികനായ കേരളത്തിൽ നിന്ന് പോയ ബേബി തിരുവല്ല എന്ന് പറയുന്ന ആ പാവ മനുഷ്യന് അത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു വിഷയമായതുകൊണ്ട് മകളുമായിട്ട് എപ്പോഴും വഴക്കും ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു തവണ എന്നുവെച്ചാൽ ഇവൾ ധിക്കരിച്ച് അയാളുടെ കൂടെ പോകും. ഇയാൾക്കത് തീരെ സഹിക്കാൻ പറ്റാത്ത വിഷയമായതുകൊണ്ട് വാക്കേറ്റുണ്ടായി. ഈ മകളെ ഇയാൾ ഒന്ന് തല്ലി. പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇയാൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കേസുണ്ടായത്. വർഷങ്ങൾ കുറേ ആ പാവ മനുഷ്യൻ ജയിലിൽ കിടന്നു. അപ്പോൾ ഇതിന് മറ്റുള്ള സാക്ഷികൾ, ഇങ്ങനെ കുട്ടികൾ പറഞ്ഞാൽ രക്ഷിതാക്കളുടെ പേരിൽ നടപടിയെടുക്കാൻ മറ്റ് സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ലത്രേ. അത്രയും കടുത്ത ചില നിയമങ്ങൾ ചില രാജ്യങ്ങൾ നടപ്പിലുണ്ടെന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം.